കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഈയടുത്താണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഇപ്പോൾ വളരെ മികച്ച രീതിയിൽ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ സർവീസുകൾ മുന്നോട്ട് പോവുകയാണ്. ടിക്കറ്റ് കിട്ടാൻ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള അവസ്ഥയിലാണ് ട്രെയിനിന്റെ സർവീസുകൾ മുന്നോട്ട് പോകുന്നത് എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. വന്ദേ ഭാരത് എക്സ്പ്രസ് ഫ്ലാഗ് ഓഫ് ചെയ്യപ്പെട്ട സമയത്ത് നമ്മൾ പറഞ്ഞു കേട്ട മറ്റൊരു ട്രെയിനായിരുന്നു വന്ദേ മെട്രോ. രാജ്യത്തെ മെട്രോ നഗരങ്ങൾക്കുള്ളിലെ ഗതാഗതം സുഗമമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കേന്ദ്ര സർക്കാർ വന്ദേ മെട്രോ ട്രെയിനുകൾ കൊണ്ടുവരുന്നത്. 100 കിലോമീറ്ററിൽ താഴെ ദൂരത്തിൽ നഗരങ്ങളിലായിരിക്കും വന്ദേ മെട്രോ പ്രവർത്തിക്കുക എന്നാണ് നേരത്തെ നമ്മുടെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചത്. ഇപ്പോൾ കേരളത്തിൽ വന്ദേ മെട്രോ ട്രെയിനുകൾ ഓടിക്കാനുള്ള അണിയറ നീക്കങ്ങൾ തുടങ്ങി എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. കേരളത്തിലെ വന്ദേ മെട്രോ ട്രെയിൻ റൂട്ടുകൾ സംബന്ധിച്ച ആലോചന റെയിൽവേ ബോർഡ് ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. 5 വീതം വന്ദേ മെട്രോ ട്രെയിനുകളാണ് ഓരോ സോണിനോടും ശുപാർശ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 200 കിലോമീറ്റർ ദൂരപരിധി പറയുന്നുണ്ടെങ്കിലും ഇളവുണ്ടാകും. പാസഞ്ചർ ട്രെയിനുകളുടെ എല്ലാ സ്റ്റോപ്പുകളും വന്ദേ മെട്രോയ്ക്ക് ഉണ്ടാവുകയുമില്ല. എറണാകുളം കോഴിക്കോട്, കോഴിക്കോട് പാലക്കാട്, പാലക്കാട് കോട്ടയം, എറണാകുളം കോയമ്പത്തൂർ, മധുര ഗുരുവായൂർ, തിരുവനന്തപുരം എറണാകുളം, കൊല്ലം തിരുനെൽവേലി, കൊല്ലം തൃശ്ശൂർ, മംഗളൂരു കോഴിക്കോട്, നിലമ്പൂർ മേട്ടുപ്പാളയം എന്നിങ്ങനെയുള്ള റൂട്ടുകളിലാണ് കേരളത്തിൽ വന്ദേ മെട്രോ ട്രെയിനുകൾക്ക് സാധ്യത തെളിഞ്ഞു കാണുന്നത്. ഇതിൽ നിലമ്പൂർ പാതയിൽ വൈദ്യുതീകരണം പൂർത്തിയാകാനുണ്ട്. ദക്ഷിണ റെയിൽവേയുടെ ശുപാർശ അനുസരിച്ചാകും ബോർഡ് തീരുമാനം എടുക്കുക. പൂർണ്ണമായി ശീതീകരിച്ച 12 കോച്ചുകളാകും വന്ദേ മെട്രോയിൽ ഉണ്ടാകുക. 130 കിലോമീറ്റർ വേഗമുണ്ടാകും. വന്ദേ ഭാരതിന്റെ മാതൃകയിൽ വീതിയേറിയ ജനാലകൾ, ഓട്ടോമാറ്റിക് ഡോർ തുടങ്ങിയ സൗകര്യങ്ങളും ഉണ്ടാകും. 125 മുതൽ 130 കിലോമീറ്റർ വേഗത്തിൽ വന്ദേ മെട്രോ സർവീസ് നടത്തും.